മുത്താച്ചിയുടെ വീരകഥകൾ സ്തുതിച്ചു ചൊല്ലുന്ന തോറ്റമുറുകി. കാവിലെ കാരണവർ പകർന്നു നൽകിയ തീർത്ഥമാടി ദൈവീകമായ വെള്ളാട്ടുകൾ. കൈകളിൽ ആയുധമേന്തി തിന്മകളെയും രോഗദുരിതങ്ങളെയും അകലെ അകലെ എന്ന് ചൊല്ലി വെള്ളാട്ട് കെട്ടിയവർ ഉറഞ്ഞു തുള്ളുകയാണ്. മാവൂർ മുത്താച്ചിക്കാവിലെ അപൂർവമായ 42.5 വെള്ളാട്ട് ഇത്തവണയും ഭക്തർക്കു മുന്നിൽ അനുഗ്രഹം ചൊരിഞ്ഞ് നിറഞ്ഞാടുകയാണ്. വടക്കൻ പാട്ടിലെ തച്ചോളി മാണിക്കോത്ത് തറവാട്ടിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിച്ച മുത്താച്ചി തെങ്ങിലക്കടവിലെ മുത്താച്ചിക്കാവിൽ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. ഈ കാവിലെ ഉത്സവ ദിവസമാണ് ഏവരെയും ആകർഷിക്കുന്ന 42.5 വെള്ളാട്ട് നടക്കുന്നത്. മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന കാവിന്റെ ഊരായ്മക്കാരായ 4 ദേശക്കാരാണ് 42.5 വെള്ളാട്ട് നടത്തുന്നത്. മലന്തുടിയിൽ നിന്നും ഉയരുന്ന പ്രത്യേക താളത്തിനനുസരിച്ചാണ് വെള്ളാട്ട് കെട്ടിയാടുന്നത്. വെള്ളാട്ട് ആരംഭിക്കുന്നതോടെ 3 തവണ മുത്താച്ചിയുടെ ശ്രീകോവിൽ 42.5 വെള്ളാട്ടുകൾ വലം വയ്ക്കും. ഓരോ തവണ വലം വയ്ക്കുമ്പോഴും കാവിൽ പൂജിച്ച കളഭക്കൂട്ട് കോമരങ്ങൾക്കുമേലെ തളിക്കും. അവസാന പ്രദക്ഷിണം കഴിയുന്നതോടെ അകലെ അകലെ എന്ന വായ്ത്താരി ഉച്ചസ്ഥായിയിലെത്തും. ഇതോടെ കോമരങ്ങളെല്ലാം തങ്ങളുടെ കൈകളിലെ ആയുധങ്ങൾ മുത്താച്ചിക്ക് മുന്നിൽ സമർപ്പിക്കും. ഇങ്ങനെയാണ് 42.5 വെള്ളാട്ടിന് കൊടിയിറങ്ങുന്നത്. ഇവിടെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാ ജാതി മതസ്ഥരും കൂടിയാടുന്ന വലിയൊരു ആഘോഷം. മനുഷ്യജന്മങ്ങൾക്ക് വരുന്ന ദുരിതങ്ങൾ, മൃഗങ്ങൾക്ക് വരുന്ന ദുരിതങ്ങൾ അകലേക്ക് പോകുന്നില്ല. ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകൂ. എൻ്റെ ഭക്തന്മാരായിരിക്കുന്ന എൻ്റെ ജീവിതാരങ്ങൾക്കും മനുഷ്യനെല്ലാവർക്കും നന്മ ചൊരിയുന്ന ഈ ഭഗവതി ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ദുരിതങ്ങളും അകന്നു പോട്ടെ. അതാണ് പറയുന്നത്, അകലെ അകലെ എന്ന് പറയുന്നതാണ്. അത് അമ്മേൻ്റെ ഒരു വചനം തന്നെയാണ്. അകലെ പോവുക, എല്ലാ ദുരിതങ്ങളും അകലെ പോട്ടെ, എല്ലാ ജനങ്ങളും സമ്പുഷ്ടരായി സന്തോഷവാന്മാരായി രോഗമൊന്നുമില്ലാതെ ആരോഗ്യത്തോടുകൂടി ജീവിക്കട്ടെ എന്നുള്ള ഒരു ധ്വനിയാണിത് അകലെ എന്ന് പറയുന്നത്. കാർഷിക സംസ്കാരത്തിന്റെയും ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത കൂട്ടായ്മയുടെയും പ്രതീകം കൂടിയാണ് മുത്താച്ചിക്കാവിലെ ഉത്സവവും 42.5 വെള്ളാട്ടും. ഇവിടെ എത്തുന്ന ഓരോ ഭക്തരും മുത്താച്ചിയുടെ അനുഗ്രഹം നേടി അടുത്ത വർഷവും കൂടിച്ചേരാമെന്ന പ്രതീക്ഷയോടെയാണ് മടങ്ങുന്നത്. ETV ഭാരത്, കോഴിക്കോട്.